ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശ്രീജൻ, കോഴിക്കോടാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളോളമായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്വദേശത്തും വിദേശത്തും ഒക്കെ തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഇങ്ങനൊരു ചാനൽ, പാരൻറ്റിംഗ് എന്നുള്ളൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുട്ടിയിലുണ്ടാവുന്ന മൊബൈലിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ അവൻ്റെ പഠനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളോട് പറയുന്നുണ്ട് മൊബൈൽ ഉപയോഗിക്കരുത്. ഒരുപക്ഷെ ടീച്ചേഴ്സ് പറയും, ഒരുപക്ഷെ ട്യൂഷൻ സെൻ്ററിൽ നിന്ന് ആളുകൾ പറയും, പലരും പറയും മൊബൈൽ ഉപയോഗിക്കരുത്. ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ എൻ്റേതായ കുറേ അഭിപ്രായങ്ങളാണ്. ഇതൊക്കെ എല്ലാവരും യോജിക്കണം എന്നൊന്നുമില്ല. അതൊന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് മനസ്സിലാക്കുക. മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കണം, അതാണ് എൻ്റെ അഭിപ്രായം. പല വിദേശ രാജ്യങ്ങളിലും അവർ സ്കൂളിലൊക്കെ പോകുന്നത് ടാബ് ആയിട്ടാണ്. ഇപ്പോൾ കൊറിയയിലൊക്കെ അവരുടെ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊന്നായിട്ട് അവർ പോകുന്നില്ല, കംപ്ലീറ്റ് ടാബിലാണുള്ളത്. അവിടെ പോയിട്ടാണ് അതവർ നോക്കി മനസ്സിലാക്കി വെക്കുന്നത്. കുട്ടിയെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതിരുന്നാൽ മൊബൈൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് അതിൽ ടൈപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ എടുക്കേണ്ടത്, മെസ്സേജ് അയക്കേണ്ടത്, മെയിൽ അയക്കേണ്ടത്, ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ആധികാരികമായിട്ട് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെ ഹയർ സ്റ്റഡീസിന് പോകുന്ന അതൊക്കെ ബാധിക്കും. കാരണം കുട്ടിക്ക് താല്പര്യക്കുറവുണ്ടാവും, മൊബൈൽ ഉപയോഗിക്കാനൊക്കെ താല്പര്യക്കുറവും പേടിയുണ്ടാവും. കാരണം വീട്ടിൽ നിന്ന് മൊബൈൽ ഉപയോഗിക്കരുത് പറഞ്ഞു, സാറ് പറഞ്ഞു മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, നമ്മൾ സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് മൊബൈൽ ഉപയോഗിക്കരുത് പറയും. ഇപ്പോഴും മൊബൈൽ ഉപയോഗിക്കണം. ഇന്ന് പല ക്ലാസ്സുകളും ഓൺലൈനിൽ വരുന്നുണ്ട്, പല ഇൻഫർമേഷൻസും നമുക്ക് ഓൺലൈനിലൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ടാന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ മൊബൈൽ നമുക്ക് 2 രീതിയിലും ഗുണം ചെയ്യുന്നുണ്ട്. ഇത് ഒരേ സമയം തന്നെ നമ്മൾ തെങ്ങുമേൽ കയറുന്ന പോലെയാണ്. തെങ്ങിന്മേൽ നമുക്ക് ഒരേ സമയം തന്നെ കരിക്കും കിട്ടും, കള്ളും കിട്ടും. നമ്മൾ ആലോചിക്കണം എന്താ നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ കള്ളുണ്ടല്ലോ എന്ന് വിചാരിച്ച് തെങ്ങ് കയറാതിരിക്കാനും വയ്യ. അല്ലെങ്കിൽ അത് കരിക്ക് മാത്രമായിട്ട് തെങ്ങ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ തന്നെ നന്മയും തിന്മയൊക്കെ എല്ലാത്തിലും ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം അത് വളരെ വലുതാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലേ, നമ്മളെ മൊബൈലിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർ പോകുന്ന സൈറ്റുകൾ, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതൊക്കെ നമ്മൾ ചോദിച്ചാറാണ്. ഇന്ന് എന്താ നോക്കിയത്, എന്തിനെ പറ്റിയാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെ എന്താണ് നീ ഇന്ന് സെർച്ച് ചെയ്തത്, അതൊക്കെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. മൊബൈൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്ത് വിട്ടേക്കരുത്. കാരണം കുട്ടികൾ എപ്പോഴും മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകലുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ മൊബൈലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കി ഇതിൽ മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട്. വേറെ ക്ലാസ്സിലാണെങ്കിൽ നമ്മളൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് എണീറ്റ് പോകാനുള്ളൊരു പൊറുതി മുട്ടുന്നതൊക്കെ കാണാം. പക്ഷേ ഈ മൊബൈലിൽ അത് വരുന്നില്ല. മൊബൈൽ മണിക്കൂറുകളോളം കുട്ടികളിരിക്കുക, 3-4 മണിക്കൂർ. ഇപ്പോൾ ഡെയിലി തന്നെ ആൾക്കാർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി രാത്രിയിൽ ഇത് മൊബൈൽ നോക്കി 2-3 മണിക്കൂറാണ് നോക്കുന്നത്. ഇത് കണ്ണിനെയും ബാധിക്കും, മനസ്സിനെയൊക്കെ ബാധിക്കും. നമ്മളൊരു ലിമിറ്റഡ് ടൈമിൽ ഇതൊക്കെ നോക്കാൻ പാടില്ല. ഇതിൻ്റെ കണ്ടുപിടിച്ച ആളുകൾ തന്നെ, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ തന്നെ ചെയ്യുന്ന ആളുകൾ, അവർ തന്നെ ചുരുങ്ങിയ മിനിറ്റുകളിൽ നോക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ കുട്ടികളുടെ മൊബൈൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ കോണ്ടാക്ട്സ്, ആരിലൊക്കെയാണ് വിളിക്കുന്നത്, ഏതിലൊക്കെ കോളാണ് ഇൻകമിങ് വരുന്നത്, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മളിതൊക്കെ സിമ്പിളാക്കി നമ്മൾ കുട്ടികളെ വിശ്വസിച്ച് പോകുന്നതാണ് വലിയൊരു തെറ്റ്. വേറൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ വിശ്വസിക്കുകയാണ്. കുട്ടി എന്ത് തെറ്റ് വന്നാലും എന്ത് പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കുകയാണ് പേരൻ്റ്. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. കുട്ടിയെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും, എൻ്റെ കുട്ടിയെ എങ്ങനെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചേക്കാം. അതല്ല, നമ്മളെപ്പോഴും ഒരു പോലീസിനൊക്കെ കണ്ടില്ലേ, ക്രിമിനോളജിയിൽ അവരിങ്ങനെ ഒരാൾ ചെന്ന് പറഞ്ഞ കാര്യം 2 പേരുണ്ടാവും.
വാദിയും പ്രതിയൊക്കെ രണ്ടുപേരും ഉണ്ടാവും. ആ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരിത് രണ്ടുപേരും കേൾക്കും, വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ചില സമയം തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒരാൾ പറയുന്നത് മാത്രം അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ തെറ്റ് വരാൻ ചാൻസ്. രണ്ടുപേരും പറയുന്നത് കേൾക്കും അവർ. എന്നിട്ട് അതിനൊക്കെ നോക്കി മനസ്സിലാക്കി തെളിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മുടെ ഒറ്റയടിക്ക് നമ്മളെ കുട്ടിയല്ലേ, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അവൻ സത്യസന്ധനാണ്. നമ്മൾ സത്യസന്ധരായിരിക്കാം, നമ്മളങ്ങനെയൊന്നും ചെയ്യില്ല, അത് ശരിയാണ്. പക്ഷെ കുട്ടിക്ക് ഏത് സമയത്തും മൈൻഡ് ഡിസോണസ്റ്റിയിലേക്ക് പോകാം. സത്യസന്ധത ഇല്ലാത്ത അവസ്ഥയിലേക്ക് പെട്ടെന്ന് കുട്ടി മാറിപ്പോകും. അതൊക്കെ സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇന്ന് നമുക്ക് ടൗണിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നന്നാവാനും നശിക്കാനുള്ള സാധനം സമൂഹത്തിലുണ്ട്. നമ്മൾ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടാൽ അവിടെ നന്നാവാനും നശിക്കാനുള്ള സംഗതികളൊക്കെ അവിടെ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മയക്കുമരുന്നുകളൊക്കെ നമ്മൾ ആലോചിച്ച് അറിയാൻ പറ്റും. ഈ ഡ്രഗ്സൊക്കെ കുട്ടിയിൽ അറിയാണ്ട് വരുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിയോട് നമ്മളെപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അവർ നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മളവരെ ഓവർ വിശ്വസിക്കും. ചില കുട്ടികൾ കുറച്ച് സ്മാർട്ടായിരിക്കും, പഠിക്കുന്നുണ്ട്, അപ്പോൾ അവൻ പറയുന്നതൊക്കെ കേൾക്കും. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ട്യൂഷന് പറഞ്ഞയക്കാൻ വിചാരിക്കാതിരിക്കുക. നമ്മൾ ട്യൂഷന് കുട്ടിയെ വിടണമെന്ന്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ ആദ്യം കുട്ടിയോട് ചോദിക്കും, വേണോ നിങ്ങൾക്ക് ട്യൂഷന് പോകണോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുട്ടിക്ക് 18 വയസ്സിന് ശേഷമാണ് ബ്രെയിൻ വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോട്ടവകാശം 18 വയസ്സിന് ശേഷം ആക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാദർ, ഒരു പാരൻസ് അവർ ഡിവോഴ്സിൻ്റെ ഒക്കത്തെത്തി കഴിഞ്ഞാൽ കുട്ടിയോട് ചോദിക്കണം ആരെ കൂടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒരു തീരുമാനം പറയില്ല. കുട്ടിക്ക് ഇന്ന് പറഞ്ഞായിരിക്കില്ല നാളെ പറഞ്ഞായിരിക്കില്ല മറ്റന്നാൾ. ഇത് മാറി മാറിക്കൊണ്ടിരിക്കും. കുട്ടിക്ക് സ്വന്തമായ അഭിപ്രായമില്ല. ആ ഒരു പീരീഡാണ് 18 വയസ്സ് വരെ. 18 വയസ്സിന് ശേഷം അവന് 18 കൊല്ലം കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ച് വിവേചിച്ച് അറിഞ്ഞുകൊണ്ട് അവനൊരു അഭിപ്രായം പറയും. അപ്പോൾ അവനൊരു നിലപാടുണ്ടാവും. അതിൻ്റെ മുന്നെയാണ് കുട്ടികളോട് നമ്മൾ 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും 5-ലൊക്കെ എത്തുമ്പോൾ ചോദിക്കുന്നു, പലതും അഭിപ്രായം ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് അഭിപ്രായമൊക്കെ ചോദിക്കുക, ഒരു അഭിപ്രായം പറയുകയും ചെയ്യാം. പക്ഷെ നമ്മൾ കുട്ടി പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഇപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് കുട്ടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ അവന് ജയിക്കണം എന്നുള്ളത് കൊണ്ട് അവനാ ജയിക്കേണ്ട ഭാഗം മാത്രമേ പറയുള്ളൂ. ആരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവന് പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ കറക്റ്റാണ് ചെയ്തതെന്നുള്ള ലെവലിൽ അവൻ പറയും. ഒരു 90% കിട്ടോ, 10% റിയലായിട്ട് വരുന്നുണ്ടാവും. അത് എക്സെപ്ഷണൽ കേസാണ്, നമുക്കറിയാം. അപ്പം അതേപോലെ തന്നെ കുട്ടികൾ എപ്പോഴും അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ലെവലിൽ അവർ പറയുള്ളൂ. കാരണം അവർക്ക് പേടിയൊന്നുമില്ല. ആ രീതിയിൽ കുട്ടി പറയുന്ന സമയത്ത് നമ്മളത് വിവേചിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് ശരിയാണോ, അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റണം. അതുകൊണ്ട് നമ്മളും വളരെ കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ നിസ്സാരമായിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ കുട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മളത് എടുത്ത് പറയണം. അതൊരു ചെറിയൊരു സംഭവമല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടേക്കരുത്. ഇപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് ജനൽപ്പടിയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉറുപ്പ്യ എടുത്ത് പോയി, ഒരു ഉറുപ്പ്യാണ് അത് അവനവിടെ കണ്ടപ്പോൾ എടുത്ത് പോയി അവൻ മിഠായി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ കൊണ്ടുപോയത്. നമ്മളെ ചോദിക്കാം, എന്തുകൊണ്ടാണ് നീ എടുത്ത്, ഇവിടെ വെച്ചതല്ലേ, നീ എടുക്കാൻ പാടുണ്ടോ, നീ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നീ എന്നോട് പറയണ്ടേ എന്നൊക്കെ നമ്മൾ ചോദിക്കണം. അത് നമ്മൾ മനസ്സിലിട്ട് ഒരു ഉറുപ്പില്ല, അത് പ്രശ്നമൊന്നുമില്ല. എൻ്റെ മകൻ അവിടെ പോയിട്ട് നല്ലോണം വാങ്ങിയതാൽ ഒരു ഉറുപ്പ് എടുത്തപ്പോൾ പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ 50 രൂപ, കുറച്ച് കഴിയുമ്പോൾ 100 രൂപ, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. പിന്നെ 500 രൂപയൊക്കെ നമ്മൾ അറിയാതെ അളമാരയിൽ നിന്ന് എടുത്തു പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾ സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് അവർ ചെയ്യുന്ന സമയത്ത് അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. അതവർ കാണിക്കണം. അത് ചീത്ത പറയാൻ അടിക്കാനൊന്നല്ല, അത് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ബോധം അവരിലുണ്ടാവണം. ഇല്ലെങ്കിൽ നാളെ സ്കൂളിലെ ക്ലാസ് റൂമിൽ ഏതെങ്കിലും കുട്ടിയുടെ എന്തെങ്കിലും സാധനം വെച്ച് മറന്നു പോയാൽ അതെടുത്ത് അവർ വീട്ടിലേക്ക് വരും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടിയുടെ ഒരു പൈസ ബോക്സിൽ നിന്ന് എടുക്കും. ഇതൊക്കെ നമ്മൾ കുട്ടിയെ നല്ലൊരു ലെവലിൽ എത്തിക്കാത്തതിനുള്ള പ്രധാന കാരണം പാരൻസ് തന്നെയാണ്. പാരൻസ് അവരുടെ കുട്ടികളെ വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാണ്, പ്രശ്നമില്ല, എൻ്റെ മോൻ ചെയ്തൊക്കെ ശരിയാണ്, എൻ്റെ മകൾ ചെയ്തൊക്കെ ശരിയാണ്, ഈ നിലപാടാണ്. ഇവിടെയാണ് നമ്മൾ കുട്ടിയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. കുട്ടീനെ നമ്മളങ്ങനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യരുത്. പക്ഷേ നമ്മൾ കുട്ടിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഫുൾ ടൈം നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല, ഫുൾ മൈൻഡിലുണ്ടാവണം. നമ്മൾ ജോലി സ്ഥലത്ത് പോയാലും എവിടെ പോയാലും ഒക്കെ തന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യേണ്ടത്. അത്
നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ചില സമയത്തൊക്കെ നമുക്ക് പ്രോബ്ലം ഉണ്ടാവും, പലപ്പോഴും പ്രോബ്ലം ഉണ്ട്. പിന്നെ വേറെ പാരൻസായിട്ട് പ്രശ്നം ഉണ്ടാവാടിൻ്റെ അതിൻ്റെ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മൾ പോകും. ഈ ഒരു സംഭവം നടക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ കുട്ടിയിൽ മൈന്യൂട്ടായി വരുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെയാണ് ഈ പറഞ്ഞ സംഗതികൾ. മൊബൈലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കുട്ടി എത്രത്തോളം സമയം മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ അവൻ വാച്ച് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കതിന് ടൈമില്ല, നമ്മളാ കൊടുത്തേക്കും മൊബൈൽ, നീ ഉപയോഗിച്ചു ഇപ്പോൾ കരയണ്ട. കുട്ടികൾ ചില സമയത്ത് കാണാം, കുട്ടികൾ കരയുമ്പോൾ നമ്മൾ മൊബൈൽ കൊടുത്തിട്ട് അവരെ കരച്ചിൽ നിർത്തുന്നത്, മൊബൈൽ കൊടുത്തിട്ട് ആ കുട്ടിയെ ഭക്ഷണം തീറ്റിക്കുന്നത്, ഇതൊക്കെ കാണാം. ഭക്ഷണം കഴിക്കണമെങ്കിൽ അവന് മൊബൈൽ വേണം. ഈ ശീലമൊന്നും ഉണ്ടാക്കിയെടുക്കരുത്. ഈ ശീലങ്ങളൊക്കെ തന്നെ കുറേ കഴിയുമ്പോൾ അത് സ്വഭാവമായി മാറും. ഹാബിറ്റ് ബിക്കംസ് ക്യാരക്ടർ. ശീലങ്ങളാണ് പിന്നെ സ്വഭാവമായി മാറുന്നത്. അപ്പോൾ ഈ ശീലങ്ങൾ സ്വഭാവമായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ കുട്ടിയെ അതൊക്കെ ശീലിച്ച് വരും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ ചില ദിവസം വീട്ടിൽ ഇപ്പോൾ ചില ഫാദർ പറയും അത് കൊടുക്കണം, മൊബൈലൊന്നും കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കേണ്ടെന്ന് പറയും. പക്ഷെ മദർ പറയും വേണ്ട, കാരണം മദറിന് കുറച്ച് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇവൻ്റെ കരച്ചിൽ നിൽക്കണം. അതൊരു പ്രശ്നമാണ്. കുട്ടിയെ നമ്മൾ പലതും ശീലിപ്പിക്കരുത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിയെ നമ്മൾ കുട്ടിയായിട്ട് കാണരുത്. അപ്പോൾ നമ്മൾ ഈ കുട്ടി പിന്നെ എങ്ങനെയാണ് കാണേണ്ടത്? കുട്ടിയെ നമ്മൾ വലിയ ആളായിട്ട് തന്നെ കാണണം. കുട്ടിക്കും ഇഷ്ടമാണ് വലിയ ആളായിട്ടിരിക്കാനാണ് ഇഷ്ടം. നമ്മളിപ്പോൾ ഭക്ഷണം പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ഒരു പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് അവന് വാരി കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെടണമെന്നില്ല. അവനൊരു പ്ലേറ്റ് വേണം സെപ്പറേറ്റ്. ആ പ്ലേറ്റിൽ വെച്ചുകൊണ്ടാണ് അവനത് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മതി, ഒരു സീറ്റ് ഫുൾ അവന് വേണം. അത് നിങ്ങളെ മടിയിൽ നിന്നിരിക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഉരുട്ടി അവന് കൊടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാനൊന്നും അവന് താല്പര്യമൊന്നുമില്ല. അതെപ്പോഴും നമുക്കറിയാൻ പറ്റും. അവൻ തന്നെ ആ പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു കറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കറിയൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് സ്പൂൺ ഉപയോഗിച്ചെടുക്കണം. നിങ്ങൾ എടുത്തു കൊടുത്താലൊന്നും അവന് ശരിയാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം കുട്ടികളൊക്കെ തന്നെ എപ്പോഴും അവർ മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് വലിയ ആളാവണമെന്ന് അവരുടെ ആഗ്രഹം. വലിയ ആളുകൾ നമ്മളെന്താണോ കാണിച്ചു കൊടുക്കുന്നത് അത് ഡ്യൂപ്ലിക്കേഷനാണ്. അതങ്ങനെ തന്നെ വരും. അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ശീലങ്ങളൊക്കെ തന്നെ കുറേ കഴിയുമ്പോൾ അത് സ്വഭാവമായി മാറും. ഹാബിറ്റ് ബിക്കംസ് ക്യാരക്ടർ. ശീലങ്ങളാണ് പിന്നെ സ്വഭാവമായി മാറുന്നത്. അപ്പോൾ ഈ ശീലങ്ങൾ സ്വഭാവമായി മാറാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ കുട്ടിയെ അതൊക്കെ ശീലിച്ച് വരും കുറേ കഴിയുമ്പോൾ. ഇപ്പോൾ ചില ദിവസം വീട്ടിൽ ഇപ്പോൾ ചില ഫാദർ പറയും അത് കൊടുക്കണം, മൊബൈലൊന്നും കൊടുത്ത് അങ്ങനെ ശീലിപ്പിക്കേണ്ടെന്ന് പറയും. പക്ഷെ മദർ പറയും വേണ്ട, കാരണം മദറിന് കുറച്ച് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇവൻ്റെ കരച്ചിൽ നിൽക്കണം. അതൊരു പ്രശ്നമാണ്. കുട്ടിയെ നമ്മൾ പലതും ശീലിപ്പിക്കരുത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിയെ നമ്മൾ കുട്ടിയായിട്ട് കാണരുത്. അപ്പോൾ നമ്മൾ ഈ കുട്ടി പിന്നെ എങ്ങനെയാണ് കാണേണ്ടത്? കുട്ടിയെ നമ്മൾ വലിയ ആളായിട്ട് തന്നെ കാണണം. കുട്ടിക്കും ഇഷ്ടമാണ് വലിയ ആളായിട്ടിരിക്കാനാണ് ഇഷ്ടം. നമ്മളിപ്പോൾ ഭക്ഷണം പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ ഒരു പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് അവന് വാരി കൊടുത്തിട്ട് അവന് ഇഷ്ടപ്പെടണമെന്നില്ല. അവനൊരു പ്ലേറ്റ് വേണം സെപ്പറേറ്റ്. ആ പ്ലേറ്റിൽ വെച്ചുകൊണ്ടാണ് അവനത് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മതി, ഒരു സീറ്റ് ഫുൾ അവന് വേണം. അത് നിങ്ങളെ മടിയിൽ നിന്നിരിക്കാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഉരുട്ടി അവന് കൊടുത്തിട്ട് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കാനൊന്നും അവന് താല്പര്യമൊന്നുമില്ല. അതെപ്പോഴും നമുക്കറിയാൻ പറ്റും. അവൻ തന്നെ ആ പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ആ ഒരു കറിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കറിയൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് സ്പൂൺ ഉപയോഗിച്ചെടുക്കണം. നിങ്ങൾ എടുത്തു കൊടുത്താലൊന്നും അവന് ശരിയാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം കുട്ടികളൊക്കെ തന്നെ എപ്പോഴും അവർ മൈന്യൂട്ടായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കുന്ന, അവർക്ക് വലിയ ആളാവണമെന്ന് അവരുടെ ആഗ്രഹം. വലിയ ആളുകൾ നമ്മളെന്താണോ കാണിച്ചു കൊടുക്കുന്നത് അത് ഡ്യൂപ്ലിക്കേഷനാണ്. അതങ്ങനെ തന്നെ വരും. അവരത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ കുറേ കഴിയുമ്പോഴാണ്, നമ്മൾ വലുതായി കഴിയുമ്പോഴാണ്, കുറച്ചങ്ങോട്ട് എത്തി ഇപ്പോൾ 11, 12, 13 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ശാസിക്കാനും ശിക്ഷിക്കാനൊക്കെ തുടങ്ങുന്നത്. ആ സമയത്തേക്ക് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. കുട്ടി നമ്മളനുസരിക്കാത്ത ലെവലിലേക്ക് മാറും. അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ തന്നെ കുട്ടിയിൽ പിന്നെ നമ്മൾ മാറ്റിയെടുക്കാൻ വലിയ പാടാണ്. തുടക്കത്തിലേ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഒരു 1-ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, 2-ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, ഇപ്പോഴേ അവൻ എന്തിനാ ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാനൊന്നും ശ്രദ്ധിക്കുക വിടൂല. അവൻ ചെറുതല്ലേ, 1-ാം ക്ലാസ്സിലല്ലേ, ചെറുതല്ലേ, പിന്നെ അവൻ പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ട് പിന്നെ 10-ാം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അവൻ പഠിക്കില്ല. കാരണം അങ്ങനെ ഒരു ശീലം കുട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ രാവിലെ രാവിലെ എണീറ്റ് പഠിക്കുക, ഇതൊക്കെ വരുന്ന സമയത്ത് കുട്ടികളിൽ കുറേ മാറ്റം ഉണ്ടാവും.
ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് മദ്രസയിലൊക്കെ പറഞ്ഞ കേട്ടില്ലേ കുട്ടികൾ. അവർ രാവിലെ എഴുന്നേറ്റ് മദ്രസയിൽ പോകുന്നുണ്ട്, അവിടെ പോയിട്ട് അത് പഠിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലം അവൻ നാളെ വളർന്ന് വലുതായി കഴിഞ്ഞാലും അവൻ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളൊരു ശീലം വരും. അന്ന് മദ്രസയിൽ പോകാനില്ല, പക്ഷെ അവനോട് എങ്ങനെയായാലും നേരത്തെ എഴുന്നേറ്റ് പോകും. മറ്റു പല കുട്ടികളും പേരൻസ് കുട്ടികളോട് സഹതാപാണ്. പേരൻസിന് കുട്ടികളോട് സഹതാപാണ്. അയ്യോ അവനവിടെ കിടന്നോട്ടെ, കുറച്ചുകൂടി ഉറങ്ങട്ടെ, നല്ല ഭക്ഷണം കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ സഹതാപമാണ് പഠിക്കുന്നത് കുട്ടിയോട് സഹതാപം കാണിക്കുന്നതിന് കുട്ടി കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. കാര്യം നമ്മൾ മറന്നു പോകുന്നത്. അപ്പോൾ സഹതാപം കാണിക്കേണ്ട എന്നുള്ളതല്ല, നമ്മൾ ശരിക്കും കാണിക്കുന്ന സിമ്പതി അല്ല കാണിക്കേണ്ടത്, എമ്പതിയാണ് കാണിക്കേണ്ടത്. സിമ്പതിയിൽ നമുക്കൊരു വിഷമാണ് തോന്നുന്നത്, അവൻ കുറേ നേരം എഴുതില്ലേ, പഠിക്കുന്നില്ലേ, വായിക്കുന്നില്ലേ, സ്കൂളിൽ പോകുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ആ സമയത്ത് നമുക്കവിടെ സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ് വേണ്ടത്, അനുകമ്പ. നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ അവരോട് പറയണം, യു ഹാവ് ടു ഡു ദിസ്. സംഭവമൊക്കെ ശരിയാണ്, നീ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, പക്ഷെ അത് ചെയ്യേണ്ടതാണ്. പഠനമൊക്കെ കുറേ കാലമൊന്നും ഇല്ലല്ലോ, കുറച്ച് സമയമല്ലല്ലോ, അത് ചെയ്തേ പറ്റുള്ളൂ. ആ രീതിയിൽ അവരോട് പറയണം. മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുക. വളരെ ശ്രദ്ധിക്കുന്നതോടുകൂടി അവർക്ക് മൊബൈലൊന്നും അങ്ങനെ കൊടുക്കരുത്. അത്യാവശ്യം വേണ്ട സമയത്ത് മാത്രമേ മൊബൈൽ കൊടുക്കാൻ പാടുള്ളൂ. ആ മൊബൈൽ കൊടുത്ത സമയത്ത് അവരെന്താണ് വാച്ച് ചെയ്തതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചു പോകുന്നവരെ ഈ കുട്ടി വലിയൊരു ലെവലിലെത്തുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ വലിയ ലെവലിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ പല കുട്ടികളും പാരൻസിൻ്റെ ഇടയിൽ വെച്ചിട്ട് വലുതാവാൻ പറ്റുന്നില്ല. അതാണ് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പാരൻസ് തന്നെ പലപ്പോഴും കുട്ടികളെ പലതിനും അനുവദിക്കുന്നില്ല, എല്ലാം റെസ്ട്രിക്റ്റഡ് ആക്കി വെക്കുക. അത് ഒരു ഘടകമാണ് കുട്ടിയുടെ മനസ്സിൽ, കുട്ടിക്ക് വളർന്ന് മേലോട്ട് പോകാനുള്ള അവസരം പലപ്പോഴും നഷ്ടപ്പെടുത്താൻ ഒരു ഘടകമായി മാറും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങളുമായിട്ട് വീണ്ടും വരും. അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.